ഇടയ്ക്കിടെ രാഹുൽ ഈശ്വർ പറയാറുണ്ട്, എൻ്റെ സുഹൃത്തായ രാഹുൽ ഈശ്വർ, അത് വേറൊന്നുമല്ല, ഞങ്ങളൊന്ന് ഒന്നിക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു പൊതുശത്രു ഉണ്ടാവണം. ഈ പൊതുശത്രു ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പല കഷ്ണങ്ങളാണ്. അതുകൊണ്ട് ഒരു പൊതുശത്രുവിനെ ബിംബീകരിച്ചുകൊണ്ട് അവർക്ക് നേരെയുള്ള ആക്രമണം നടത്തുന്നു എന്നൊരു ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത്. അതില്ലാതായാൽ ഞങ്ങൾ ഭിന്നിച്ചു പോകും. സത്യം പറഞ്ഞാൽ കൂടൽമാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയം കേട്ടപ്പോൾ അത് വളരെ വ്യക്തമാണെന്ന് തോന്നി. അവിടെ കഴകം ജോലി ചെയ്യുന്നതിന് ദേവസ്വം ബോർഡ് ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളിനെ നിയമിക്കുന്നു. അങ്ങനെ കഴകം ജോലിക്ക് ഈഴവനായ ഒരാൾ വന്നാൽ അത് തങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ സവർണ വിഭാഗത്തിൽ വരുന്ന പൂജാരിമാരും തന്ത്രിമാരും അടക്കം ഒരു അപ്രഖ്യാപിത സമരം വെക്കുന്നു. അങ്ങനെയൊക്കെ സമരം ഉണ്ടായിരുന്നപ്പോഴും ഈ ദേവാലയങ്ങളെല്ലാം അടച്ചിട്ട കാലത്തും കോവിഡിൻ്റെ നേരത്തും ഉടയതമ്പുരാനായ പടച്ചവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇതുപോലെ ഓടിച്ചുകൊണ്ട് പോയി. കുറേ ആളുകളുടെ കാര്യങ്ങളൊക്കെ നടന്നു, കുറേ ആളുകളുടെ കാര്യങ്ങളൊക്കെ കഷ്ടത്തിലായി. എല്ലാം അതേപടി ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സന്ദർഭം വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതോടുകൂടി ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി ഈ സവർണ വിഭാഗത്തിൽ വരുന്നവർക്ക് ഇഷ്ടപ്പെട്ട വേറൊരാളിനെ കൊണ്ടുവന്ന് ഇതിനകത്താക്കി മറ്റേ പുള്ളിയെ വെള്ളം കോരിയെന്നോ ഏതാണ്ടൊക്കെ പറയുന്ന പോസ്റ്റുകളിലേക്ക് മാറ്റി. ഞാൻ അറിഞ്ഞില്ല. പക്ഷേ സംഗതി ഇപ്പോൾ ഗൗരവമായി പല സ്ഥലത്തുനിന്നും പലരും സംസാരിക്കാൻ തുടങ്ങി. ചാനലുകാരൊന്നും ചർച്ചയ്ക്കെടുത്തില്ല. ആധുനിക യൂട്യൂബ് വിദഗ്ധരായിട്ടുള്ള ആരും വിശകലനം ചെയ്തില്ല. ജയശങ്കർ വക്കീലൊന്നും കണ്ടതേയില്ല. ഒരുപാട് ആളുകൾ ഇതൊന്നും കണ്ടതേയില്ല. അവരെല്ലാം ഈ SDPI PFIയുടെ തിരക്കിനിടയിലാണ്. പക്ഷേ ചിലർ കൃത്യമായി വർത്തമാനം പറഞ്ഞു. ഒന്ന് AICCയുടെ ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വെള്ളാപ്പള്ളി നടേശനും അവസാനം ഒഴിഞ്ഞു. ഇപ്പോൾ രാധാകൃഷ്ണൻ MPയും അതിൽ വർത്തമാനം പറഞ്ഞു. ഇപ്പോൾ തിരിച്ച് നിയമിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വാളുകൊണ്ടും പരിച കൊണ്ടും അല്ലെങ്കിൽ മറ്റു പലതുകൊണ്ടുമാണ് ഹിന്ദു സമുദായത്തിൽ നിന്ന് പലരും കൺവെർട്ട് ചെയ്യപ്പെട്ടത് എന്നൊക്കെ ചരിത്രത്തിൽ ഇന്ന് എഴുതി വെക്കുന്ന കാലത്ത് പോലും ഇപ്പോൾ ഇരുന്ന് ചിന്തിച്ചാൽ പോലും തുല്യതയോടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഏതെങ്കിലും ഒരുത്തൻ എവിടെ നിന്നെങ്കിലും ആ മതത്തിൽ ജനിച്ചാൽ തന്നെ അംഗീകരിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, വേറൊരു മതം മാറി വന്നാൽ പോലും അംഗീകരിക്കപ്പെടാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അവിടെയാണ് ഇസ്ലാമിക് പ്രിൻസിപ്പിൾ വേറിട്ട് നിൽക്കുന്നത്. അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ജാതിയിൽ കൂടിയവനെന്നോ കുറഞ്ഞവനെന്നോ ഉള്ള വ്യത്യാസമില്ല. ഇനി വേറൊരാൾ പുതിയതായി ഈ മതം സ്വീകരിച്ച് വന്നാൽ പോലും എൻ്റെ പ്രദേശത്തൊക്കെ പല പള്ളികളിലും എല്ലാ ആളുകൾക്കും ഇമാമായി നിന്ന് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് ഈ മതം മാറി പുതിയതായിട്ട് വന്ന ആളാണ്. പക്ഷെ മറ്റു മതങ്ങളിലൊക്കെ വന്നാൽ ആ വന്ന പേരിനോടൊപ്പം അവശ കൂടി ചേർത്ത് ഒരവശ വിഭാഗമായി പരിഗണിച്ച് എവിടെയെങ്കിലും സവിശേഷമായ ഒരു സ്ഥാനം നൽകി മുഖ്യധാരയിൽ അടുപ്പിക്കാതെയാണ് നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പുനരവതരണമാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നടന്നത്. KC വേണുഗോപാൽ പറഞ്ഞത്, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലോഹോ ജാതി കോമരങ്ങൾ. കേരളത്തിൽ വേരൂന്നിയിരുന്ന ജാതിയുടെ മുഖമടിച്ചൊരടി കൊടുത്താണ് ആശാൻ ദുരവസ്ഥ എഴുതി പൂർത്തിയാക്കിയത്. മാറുമറയ്ക്കലും പൊതുവഴിയിലെ സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവുമൊക്കെ ജാതീയതയുടെ നെഞ്ചിൽ ചവിട്ടി നാം അത് നേടിയെടുക്കുമ്പോൾ ആ വഴികളിൽ അയ്യങ്കാളി ഉണ്ടായിരുന്നു, ചട്ടമ്പി സ്വാമികൾ ഉണ്ടായിരുന്നു, ഗുരുവിൻ്റെ ഈഴവശിവൻ ഉണ്ടായിരുന്നു എന്നത് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം. പക്ഷേ ജാതി ചിന്തകളുടെ കനലുകൾ ഇപ്പോഴും ചാരത്തിൽ പുതഞ്ഞ് സമൂഹത്തിൽ കിടപ്പുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കഴകം പ്രവർത്തിക്കായി നിയമിച്ച തിരുവനന്തപുരം സ്വദേശി ബാലു എന്ന യുവാവിനെ ഈഴവനായതിൻ്റെ പേരിൽ ഓഫീസ് ജോലികളിലേക്ക് മാറ്റി എന്ന വാർത്ത അങ്ങേയറ്റം നിരാശയിലേക്ക് തള്ളിയിടുന്നതാണ്. ബാലു നിയമിതനായത് മുതൽ ഇരിങ്ങാലക്കുടയിലെ 6 തന്ത്രി കുടുംബാംഗങ്ങൾ ക്ഷേത്ര ചടങ്ങുകളിൽ നിന്നും വിട്ടുനിന്നെന്നും അവരുടെയും വാര്യർ സമാജത്തിൻ്റെയും എതിർപ്പിനെ തുടർന്നാണ് തീരുമാനമെന്നുമാണ് വാർത്ത. ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം പൂർത്തിയായ ഘട്ടത്തിലും ജാതി ചിന്തയും അതിലധിഷ്ഠിതമായ വിവേചനബോധവും പേർന്നവർ കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിന് അപമാനമാണ്. ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യനെ മനുഷ്യനായി കാണാൻ പ്രേരിപ്പിച്ച സാമൂഹ്യ ഘടനയാണ് നമുക്കുള്ളത്. അത് രൂപപ്പെടുത്തുന്നതിന് പതിറ്റാണ്ടുകളുടെ ചരിത്രവും നമുക്കുണ്ട് എന്ന് തുടങ്ങി
അദ്ദേഹം അടിവരയിട്ട് ഈ പറയുന്ന ദേവസ്വം ബോർഡിനോടാണ് ഒരു ദിവസമെങ്കിലും നവോത്ഥാന ആശയങ്ങളിലൂടെ ഉഴുതുമറിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന കേരളീയ സമൂഹത്തെ നിങ്ങൾ ഒറ്റുകൊടുത്തു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കൃത്യമായി പറഞ്ഞു ഈ സമൂഹത്തിലാണ് പരിവർത്തനമുണ്ടാക്കി പരിഷ്കൃത സമൂഹമാക്കി മാറ്റിയത്. അവിടെയാണ് സെമറ്റിക് മതങ്ങളുടെ സ്വീകാര്യത സമൂഹത്തിലുണ്ടായത്. നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് മണിക്കൂർ ഇടവിട്ട് ഉരുവിട്ടുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശൻ സാറ് പോലും അവസാനം ഇതിനെതിരെ ഈ നടന്നത് ചാതുർവർണ്ണ്യത്തിൻ്റെ ഉച്ഛിഷ്ടങ്ങളും എല്ലിൻ കഷ്ണങ്ങളും മാന്തിയെടുത്ത് വരുന്ന സവർണ തമ്പുരാക്കന്മാരെ നിലയ്ക്ക് നിർത്തണം എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. രാധാകൃഷ്ണൻ എം പിയും ഇതിനോട് പ്രതികരിച്ചു. അദ്ദേഹമായിരുന്നല്ലോ മുൻ ദേവസ്വം ബോർഡ് മന്ത്രി. അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങാതെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു ഏർപ്പാടിനെ സംബന്ധിച്ച്, തൻ്റെ ശരീരത്ത് തൊടാത്ത ഒരു വിശ്വാസത്തെ സംബന്ധിച്ച്. അവിടെയാണ് ചേർത്ത് പിടിക്കുന്ന വിശ്വാസങ്ങൾ നൂറ്റാണ്ടുകൾ താണ്ടി അങ്ങനെ നിലനിൽക്കുന്നത്, വളരുന്നത്, പടരുന്നത്, പന്തലിക്കുന്നത്. ഏതായാലും ഇത്തരം ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ ചാതുർവർണ്ണ്യത്തിൻ്റെ ആ ദുഷിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. അതാകെ ഒന്നിപ്പിക്കുന്നത് ദേ അവൻ രക്ഷപ്പെട്ടു, യവൻ ഭരിക്കാൻ വരുന്നു, യവൻ ഇതിന് വരുന്നു എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ്. ഇതിനെക്കുറിച്ച് ഒരു സനാതനധർമ്മ പ്രഭാഷണം നടത്തുന്ന, അതിൻ്റെ പേരിൽ ശോഭിക്കുന്ന ഒരാൾ പോലും ഇതിൽ വർത്തമാനം പറയാൻ വരികയുമില്ല. അതാണ് ഇത്തരം ചിന്തകളുടെ ഒരു കാപട്യം.